ജൂൺ UGC നെറ്റ് എക്സാമിന് ശേഷം നമ്മൾ ഒരുപാട് സംശയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ഈ സംശയങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഒരുവിധം ആസ്പിറൻസ് ഒക്കെ ഓഗസ്റ്റിൽ ഒരു പക്ഷേ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം എന്തായാലും ഡിസംബറിൽ വരുന്ന ഈ 2 എക്സാമുകൾക്ക് വേണ്ടി ഒരുമിച്ചുള്ള പ്രിപ്പറേഷനിലാണ്. പലതരത്തിലുള്ള സ്ട്രാറ്റജികളാണ് ഓരോ ആളുകളും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ സ്ട്രാറ്റജികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് നമ്മുടെ സ്റ്റുഡൻസിൽ ഒരുപാട് ആളുകൾ, സ്റ്റുഡൻസ് ആവട്ടെ നമ്മുടെ നേരിട്ട് സ്റ്റുഡൻസ് അല്ലാത്തയും ഒക്കെ ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഡിസ്റ്റൻസ് ആയിട്ടാണ് PG ചെയ്തത്, അതല്ലെങ്കിൽ ഡിഗ്രിയുടെ സമയത്ത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ടൊരു ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ കൃത്യമായിട്ട് പോയി പഠിച്ചിട്ടുള്ള ആളുകളെ പോലെ കണ്ടൻറ്റ് കൃത്യമായിട്ട് അവർക്ക് ഒരാളും ക്ലാസ് എടുത്തു കൊടുക്കുകയോ ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെയും മറ്റൊക്കെ എക്സാമിന് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് PG കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന ലക്ഷ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ഇതൊരു പ്രയാസമാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇത് ക്വാളിഫൈ ചെയ്യാൻ കഴിയും എന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ PGയോ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ PG ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് നെറ്റ് എക്സാം എഴുതാം എന്നതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് അങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യണം എന്നൊരു നിബന്ധനയുമില്ല. ഇപ്പോഴും അത്തരം സംശയങ്ങൾ പോലും ചോദിക്കുന്ന ആസ്പിറൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം ഒരുവിധം ആളുകളൊക്കെ ഡിസ്റ്റൻസ് മോഡിലേക്ക് പോകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളാണ്, പല സാഹചര്യങ്ങളാണ് ഇതിന് കാരണം. അപ്പോൾ നിങ്ങൾ PG ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത്തരത്തിൽ അപ്രൂവ്ഡ് ആയ ഒരു പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ PG കംപ്ലീറ്റ് ആക്കുന്നത് എന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. UGC അപ്രൂവൽ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ UGC ഒഴിവാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ UGCയുടെ അപ്രൂവൽ കിട്ടിയിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റികൾ, സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ PG ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ PG ചെയ്തത് നെറ്റിന് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡിൽ നിങ്ങൾ PG ചെയ്യുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി UGC അംഗീകൃതമായിരിക്കുക എന്ന കാര്യം നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ UGC നെറ്റ് എന്ന് പറയുന്ന എക്സാമിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റെഗുലറായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അതിൽ കൂടുതലൊരു പ്രയോറിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിജയസാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമാണ് പൊതുവെ ഉള്ളത്. പേഴ്സണലി ഞാൻ പറയുന്നത് എന്തായാലും റെഗുലറായിട്ട് പോകുന്ന അല്ലെങ്കിൽ ക്യാമ്പസ് വിസിറ്റ് ചെയ്തുകൊണ്ട് പഠിച്ച ആളുകൾക്ക് ഒരു പക്ഷേ അവരുടെ ടീച്ചേഴ്സിൽ നിന്ന് നല്ല ഡെപ്തായിട്ട് അവരുടെ കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. എങ്കിൽ പോലും ആ ഒരു കണ്ടൻറ്റ് അവർക്ക് കിട്ടി എന്നതുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച ആളുകൾ ഈ ഒരു ട്രാക്കിൽ നിന്ന് അവരെക്കാളും ഒട്ടും പിറകിലല്ല എന്നാണ് പേഴ്സണലി ഞാൻ പറയാം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പോലും ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രിയും മറ്റൊക്കെ ഹിസ്റ്ററിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് PG നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യുന്നു എന്നതല്ല യഥാർത്ഥത്തിൽ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇതിനു വേണ്ടി കൊടുക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. നിങ്ങളൊരു JRF ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു നെറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആ എക്സാം ആസ്പെക്റ്റിലായി എക്സാമിനെ അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് എത്തുന്ന 6% ആളുകളിൽ അല്ലെങ്കിൽ 1% ആളുകളിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നോ എന്നതാണ് ചോദ്യം. അപ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത്, നിങ്ങൾ റെഗുലർ ആവട്ടെ, നിങ്ങൾ PG ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്ത ആളുകളാണെങ്കിലൊക്കെ നിങ്ങൾക്കൊരു കോമ്പറ്റിറ്റീവ് എക്സാം ആയിട്ടുള്ള UGC നെറ്റ് എക്സാമിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ PG എടുത്തു എന്നത് ഒരിക്കലും നിങ്ങളുടെ നെറ്റ് ഓർ JRF എക്സാമിന് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റും തരുന്നില്ല. മറിച്ച് നിങ്ങൾ റെഗുലറായിട്ട് PG ചെയ്ത ആളാവട്ടെ, നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്ത ആളാവട്ടെ, ആരാണെങ്കിലും ശരി, കോമ്പറ്റിറ്റീവ് എക്സാം എന്ന രൂപത്തിൽ UGC നെറ്റിനെ സമീപിക്കുകയും അതിനുവേണ്ടി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുകയും ചെയ്താൽ ഒരു 5-6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി അടിവരയിട്ട് ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്ത ആളുകളാണെങ്കിലും റെഗുലറായിട്ട് ചെയ്ത ആളുകളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രം ദ സിലബസ് എന്നാണ്. സിലബസിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് പോലും നമ്മൾ അവരുടെ സിലബസിനെ കുറിച്ച് അവർ ആദ്യമായിട്ട് കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിന് ശേഷമാണ്
ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാവട്ടെ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാവട്ടെ, എങ്ങനെയുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ UGC നെറ്റ് എക്സാമിനെ നിങ്ങളെ PGയിൽ നിന്ന് തന്നെ ഡിഫറൻ്റ് ആയിട്ട് ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഓൾറെഡി PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് കാണണ്ട, നിങ്ങൾക്ക് ഒപ്പമുള്ള ഒന്നായിട്ടും കാണാൻ കഴിയും. അതൊക്കെ നമ്മളുടെ അപ്രോച്ച് അനുസരിച്ച് ഡിഫറൻ്റ് ആകുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ PGയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമായിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ കരുതിയിട്ടും നിങ്ങൾക്ക് UGC നെറ്റിന് ഒരുങ്ങാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെട്ടുള്ള സിലബസിനെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് തറോവലി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള 2, 3, 4 ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റുകൾ നിങ്ങളുടെ സബ്ജക്റ്റിലേതും ജനറൽ പേപ്പറിലേതും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് നടത്തുക, ഒരു അനാലിസിസ് നടത്തുക, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്യെങ്കിലും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എൻ്റെ സിലബസ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് നെറ്റ് എക്സാമിന് വേണ്ടി കവർ ചെയ്യേണ്ടത്. ആ കവർ ചെയ്യുന്ന ഭാഗത്തിൽ എത്തരം ചോദ്യങ്ങളാണ്, ഏത് ഏരിയയിൽ നിന്ന് ഏത് വെയിറ്റേജിലൂടെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ സിലബസ് ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗൈഡോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിലബസ് മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ ബുക്കുകളെ ഒന്ന് അനാലിസിസ് നടത്തിയിട്ട് നല്ല 1, 2 പുസ്തകങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താം. അപ്പോൾ സിലബസ് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. ഒപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് മോക്ക് ക്വസ്റ്റ്യൻസും പ്രീവിയസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഇന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താം. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ആണ്, റെഗുലർ ആണ് എന്നതല്ല ബേസിക്കലി നിങ്ങളുടെ UGC നെറ്റ് പ്രിപ്പറേഷനിൽ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ ഈ എക്സാമിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ എടുക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാമിനെ അങ്ങനെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണുന്നു. ആ എക്സാമിന് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി അതിൻ്റെ സിലബസിൽ നിന്നും പ്രീവിയസ്ലി ചോദിക്കപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടന്റിലേക്ക് പോകുന്നു, നമ്മൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, നമുക്ക് കഴിയുന്ന അത്രയും നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുന്നു. അങ്ങനെ പോകുമ്പോൾ നിങ്ങളെടുത്തത് റെഗുലർ ആയിട്ടുള്ള PG ആണോ, നിങ്ങളെടുത്തത് ഡിസ്റ്റൻസ് ആയിട്ടുള്ള PG ആണോ എന്നതൊരു ചോദ്യമേ ആവില്ല. ഒറ്റ കാര്യം മാത്രമേ ഇതിനെ ലീഗൽ ആസ്പെക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾ PG എടുത്തത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നായിരിക്കണം എന്നത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ ഒരു നെറ്റ് JRF എക്സാമിനുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയി ചെയ്തു എന്നത് ഒരു തരത്തിലുള്ള പ്രോബ്ലവും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യില്ല. ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതിൻ്റേതായൊരു സ്ട്രാറ്റജി വേണം. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിലബസിൽ മനസ്സിലാക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് കണ്ടന്റുകളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ഒപ്പം നമ്മൾ ഓരോ ഏരിയക്കും വെയിറ്റേജ് കൊടുക്കുന്നതിൽ കൂടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതായത് ഏത് ഏരിയകൾ കൂടുതൽ പഠിച്ചാലാണ് എനിക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. 2 പേപ്പറുകൾ നമ്മുടെ മുന്നിലുണ്ട്, ജനറൽ പേപ്പറും ഉണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറും ഉണ്ട്. ഈ ജനറൽ പേപ്പറിൽ തന്നെ മാത്സും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ സ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളാണ്. അപ്പോൾ ആ ഏരിയകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിലും റെഗുലർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ആര് ചെയ്താലും നമുക്ക് 2 മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് 2 മാർക്ക് ഒരു ക്വസ്റ്റ്യനിൽ സ്കോർ ചെയ്യുന്നത് ഏത് ഏരിയയെ ഫോക്കസ് ചെയ്താലാണ് എനിക്ക് കഴിയുക എന്ന് നിങ്ങൾ ചിന്തിക്കുക. മാത്സ് ആവട്ടെ, ഡാറ്റ ആവട്ടെ, ഇതൊക്കെ റെഗുലറായി പഠിച്ചവനാണെങ്കിലും ഡിസ്റ്റൻസ് ആയി പഠിച്ചവനാണെങ്കിലും താല്പര്യമുള്ളവർക്ക് മാത്സ് എപ്പോഴും താല്പര്യമുള്ളതാണ്. താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും മാത്സ് ഒക്കെ എപ്പോഴും പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾ റെഗുലറായി പഠിച്ച ആളാവട്ടെ, നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച ആളാവട്ടെ, നിങ്ങളിപ്പോൾ ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഇത് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ ഇൻട്രസ്റ്റ് മാത്സിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അതല്ലെങ്കിൽ മാക്സിമം ഇതെൻ്റെ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മാത്സ് വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത് ഡിസ്റ്റൻസ് ഓർ റെഗുലർ എന്നൊരു വ്യത്യാസവും ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിലില്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു 6 മാസം തയ്യാറെടുക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഡിസംബറിൽ തന്നെ നെറ്റ് ഓർ JRF എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഇതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കോച്ചിങ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈറയുടെ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ ക്വാളിറ്റിയുള്ള സർവീസ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സ്ഥാപനമാണ് സൈറ എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു.